എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 26-ാമത്തെ സർഗത്തിൽ 28 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതോടുകൂടി ഈ ഒരു സർഗം 26-ാമത്തെ സർഗം അവസാനിക്കുകയാണ്. ഈ സർഗത്തിലെ അവസാനത്തെ ശ്ലോകം 36-ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്രവൃത്തവും ബാക്കി അതുവരെയുള്ള 35 വരെയുള്ളതായ ശ്ലോകങ്ങളിലൊക്കെ അനുഷ്ടുപ്പ് വൃത്തവും തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് താടകയെ ശ്രീരാമൻ അസ്ത്രമെയ്ത് വധിച്ചു. പലതരത്തിൽ ആക്രമിക്കാൻ ഒരുമ്പെട്ട അവളെ ആദ്യം കൈമുറിച്ചു, പിന്നെ ലക്ഷ്മണൻ വന്നിട്ട് മൂക്കും കാതും മുറിച്ചു എന്ന് പറഞ്ഞു. അവസാനം നെഞ്ചിലേക്ക് ഒരു അസ്ത്രമെയ്തുകൊണ്ട് താടകയെ വധിച്ചു എന്ന് പറഞ്ഞാണ് നിർത്തിയത്. എല്ലാവരും സന്തുഷ്ടരായി. ഈ ഒരു അസ്ത്രം എന്ന് പറയുന്നത് ശബ്ദവേദിത്വമുള്ളതാണ്. ശബ്ദം കേട്ട ദിക്കിലേക്ക് അയച്ച് അങ്ങനെ ഒരാളെ വധിക്കാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ കഴിവുള്ളതായിട്ടുള്ള ഒരു അസ്ത്രമാണ് ശ്രീരാമൻ അയച്ചത്. അങ്ങനെയാണ് താടക മരിച്ച് വീണത് എന്നുള്ളത് പറഞ്ഞു. ഇനി ബാക്കി ദേവന്മാരുടെയൊക്കെ സന്തോഷത്തിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കാൻ പോണത്. നമുക്കാദ്യം 28-ാമത്തെ ശ്ലോകം നോക്കാം. സുരാശ്ച സർവേ സംഹൃഷ്ട വിശ്വാമിത്രമഥബ്രുവൻ മുനേ കൗശികഭദ്രം തേ സേന്ദ്രാ സർവേ മരുദ്ഗണാഃ. 29 കൂടി ചൊല്ലാം. തോഷിതാഃ കർമ്മണാനേന സ്നേഹം ദർശയ രാഘവേ പ്രജാപതേഃ കൃശാശ്വസ്യ പുത്രാൻ സത്യപരാക്രമാൻ തപോബലഭൃതോ ബ്രഹ്മൻ രാഘവായ നിവേദയ. 30-ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ വരി കൂടി ചേർത്താലേ നമുക്ക് അർത്ഥം പറയാൻ പറ്റുള്ളൂ. ഇവിടെ പറയാണ്, കൗശികനെ അതായത് വിശ്വാമിത്രനെ വിളിച്ചുകൊണ്ട് ദേവന്മാരൊക്കെ പറയാണ്, സുരാശ്ച സർവേ സംഹൃഷ്ട, പ്രത്യേകിച്ച് ഇന്ദ്രൻ പുരന്ദരൻ പറഞ്ഞു എന്ന് പറയാണ്. എല്ലാവർക്കും സന്തോഷമായി. അതായത് ഈ താടകയെ എതിർക്കാനോ അല്ലെങ്കിൽ ഒതുക്കാനോ മർദ്ദിക്കാനോ ഒന്നും ഇതുവരെ ആർക്കും സാധിച്ചിരുന്നില്ല. അതാണ് ശ്രീരാമൻ ചെയ്തത്. എല്ലാവർക്കും സമാധാനവും സന്തോഷവുമായി. പ്രത്യേകിച്ച് ആ നാട്ടിലുണ്ടായിരുന്ന ആൾക്കാരെ മുഴുവനും വധിക്കുകയും തിന്നുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു യക്ഷിണിയാണ് താടക. ആ താടകയെ വധിച്ചപ്പോൾ എല്ലാവർക്കും അത്യന്തം സന്തോഷമായി. അതാണ് ഇവിടെ പറയണത്. സുരാശ്ച സർവേ സംഹൃഷ്ട, സന്തുഷ്ടരായിട്ടുള്ള എല്ലാ ദേവന്മാരും തന്നെ വിശ്വാമിത്രം വിശ്വാമിത്രം അബ്രുവൻ, വിശ്വാമിത്രനോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹേ മുനേ കൗശിക, അല്ലയോ വിശ്വാമിത്ര മുനേ, തേ ഭദ്രം, അങ്ങേക്ക് മംഗളകരമായിട്ടുള്ളതെല്ലാം വരട്ടെ. അങ്ങേക്ക് എല്ലാ ആശീർവചനങ്ങളും, പ്രത്യേകിച്ച് രാമനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതിനും താടകയെ വധിക്കാനായിട്ട് പ്രേരിപ്പിച്ചതിനുമൊക്കെ എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങളും ദേവന്മാരുടെ ഭാഗത്തു നിന്ന് ചൊരിയാണ്. എന്നിട്ട് പറയാണ്, സേന്ദ്രാഹ സർവേ മരുദ്ഗണാഹ തോഷിതാഹ. സേന്ദ്രാഹ ഇന്ദ്രേണ സഹവർത്തതേതി സേന്ദ്രാഹ, ഇന്ദ്രൻ അടക്കമുള്ളവരായിട്ടുള്ള സർവേ മരുദ്ഗണാഹ, മരുത്തുക്കളും ദേവന്മാരും എല്ലാവരും തന്നെ അനേന കർമ്മണ തോഷിതാഹ, ഇപ്പം ചെയ്ത പ്രവൃത്തി കൊണ്ട് അത്യന്തം സന്തുഷ്ടരാണ്. ശ്രീരാമൻ്റെ പ്രവൃത്തിയിൽ ഞങ്ങളെല്ലാവരും അത്യന്തം സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹം ദർശയ രാഘവേ, രാഘവനിൽ സ്നേഹത്തെ പ്രകടിപ്പിക്കൂ. അതായത് രാഘവനെ സാരാക്കൂ, വാത്സല്യം കൊണ്ട് പൊതിയൂ. രാഘവനാണല്ലോ ഈ പ്രവൃത്തി ചെയ്തത്. രാഘവനെ നല്ലവണ്ണം അഭിനന്ദിക്കൂ. മാത്രവുമല്ല, പ്രജാപതേഃ കൃശാശ്വസ്യ പുത്രാൻ സത്യപരാക്രമാൻ തപോബലഭൃത ബ്രഹ്മൻ രാഘവായ നിവേദയ. കഴിഞ്ഞ കുറച്ച് സർഗത്തിന് മുമ്പേ പറഞ്ഞുല്ലോ, കൃശാശ്വൻ കുറേ അസ്ത്രങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളത്. പ്രജാപതിയായിട്ടുള്ള ആ കൃശാശ്വൻ്റെ അസ്ത്രങ്ങൾ, കൃശാശ്വൻ കണ്ടുപിടിച്ചതായിട്ടുള്ള, തപസ് ചെയ്ത് കണ്ടുപിടിച്ചതായിട്ടുള്ള എല്ലാ ആയുധങ്ങളും ശ്രീരാമന് നൽകൂ എന്നാണ് ഇവിടെ ദേവന്മാർ പറയണത്. അതാണ് തപോബലഭൃത, തപസ്സുകൊണ്ട് നേടിയെടുത്തതാണ് കൃശാശ്വൻ. അപ്പോൾ ആ ബലം മുഴുവനും അസ്ത്രങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ളതായ സത്യപരാക്രമാൻ പുത്രാൻ, സത്യപരാക്രമങ്ങൾ, അതായത് തീർച്ചയായിട്ടും വേണ്ട ദിക്കിൽ മാത്രം ആക്രമിക്കുന്നതായ അങ്ങനെയുള്ള ആ അസ്ത്രങ്ങളെ, ആയുധങ്ങളെ ശ്രീരാമനായിക്കൊണ്ട് അങ്ങ് നൽകൂ. രാഘവായ നിവേദയ, രാഘവന് എല്ലാം തന്നെ ഈ അസ്ത്രങ്ങൾ മുഴുവനും നൽകണം. അതിനുള്ള വിദ്യ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് ദേവന്മാരൊക്കെ കൗശികനോട് പറയണത്. എന്നിട്ട് പറയാണ് 30-ാമത്തെ ബാക്കി ഭാഗം. പാത്രഭൂതശ്ചതേ ബ്രഹ്മം സ്തവാനുഗമനേ രത
കർത്തവ്യം സുമഹത്കർമ്മ സുരാണാം രാജസൂനുന ഏവമുക്ത്വാ സുരാ സർവേ ജഗ്മുർഹൃഷ്ടാ വിഹായസം. അതിന് പ്രത്യേകം സന്തോഷം എന്താണെന്നുണ്ടെങ്കിൽ, വിളിച്ചപ്പോൾ അങ്ങയുടെ കൂടെ ഈ ഒരു പ്രവൃത്തിക്കായിട്ട് സത്യത്തിനെ ധർമ്മത്തിനെയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങയുടെ കൂടെ പോന്നുവല്ലോ രാമൻ. അത് തന്നെ വളരെ അഭിനന്ദനാർഹമാണ്. അതാണ് പാത്രഭൂതശ്ച. ഇത്രയും ആയുധങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടാൻ ആ ശ്രീരാമൻ അതിന് അർഹനാണ്, അതിന് പാത്രഭൂതനാണ്, പാത്രീഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിന് കാരണം ബ്രഹ്മൻ തവ അനുഗമനേരതഃ. അല്ലയോ ബ്രഹ്മർഷേ, അങ്ങയെ അനുഗമിക്കുന്നതിൽ ശ്രീരാമൻ ഒരു തടസ്സവും കാണിച്ചില്ല. അതായത് സത്യത്തിനും ധർമ്മത്തിനും തപസ്സിനുമൊക്കെ വേണ്ടത്ര വില കൊടുക്കുന്നവനാണ് ശ്രീരാമൻ. അതുകൊണ്ട് അങ്ങയുടെ ഒപ്പം പുറപ്പെട്ടുല്ലോ. രാജ്യം, അച്ഛൻ, അമ്മ ഇവരെ എല്ലാവരെയും തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ട്, ആ ഒരു പ്രാധാന്യമൊക്കെ മാറ്റിവെച്ചിട്ട് ഇതാണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാമിത്രൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടുല്ലോ. അത് തന്നെ വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് മുഴുവനും ഉപദേശിച്ചു കൊടുക്കണം എന്ന് ഞങ്ങൾ പറയുന്നത് എന്ന് ദേവന്മാർ വിശ്വാമിത്രനോട് പറയാണ്. എന്നിട്ട് കർത്തവ്യം സുമഹത് കർമ്മ സുരാണാം രാജസൂനുന. രാജസൂനുന സുമഹത് കർമ്മ കർത്തവ്യം. സുരന്മാർക്ക് വേണ്ടിയിട്ട്, സുരാണാം ദേവന്മാർക്ക് കൂടി വേണ്ടിയിട്ടാണ് രാഘവൻ ഇത്തരമൊരു വലിയ പ്രവൃത്തി ചെയ്തത്. വളരെ മഹത്തായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. വളരെ ബുദ്ധിമുട്ടാണ് അത് ചെയ്തു തീർക്കാൻ. അതായത് താടകയെ പോലെയുള്ള ഒരാളെ നശിപ്പിക്കുക, ഇല്ലാതെയാക്കുക, വധിക്കുക എന്നുള്ളത് വളരെ കഠിനമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. സാധാരണക്കാർക്കും ആർക്കും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അതാണ് രാഘവൻ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും രാഘവന് കൊടുക്കണം. മാത്രമല്ല കൃശാശ്വൻ കണ്ടുപിടിച്ചതായ സകല അസ്ത്രങ്ങളും രാഘവന് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ആയുധങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കൗശികൻ അടുത്ത അധ്യായത്തിൽ 27ാമത്തെ സർഗം നോക്കുമ്പോൾ അവിടെ എത്ര ആയുധങ്ങളുടെ പേരാണ് നിശ്ചയില്ല. ഇത്രയും ആയുധങ്ങളൊക്കെ, ഇത്രയും പേരുകളുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് ഇതൊക്കെ വായിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക. അസ്ത്രം, അമ്പ്, വാള്, വില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് 5-6 പേരുകൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതൊന്നും അല്ലാതെ എന്തൊക്കെ തരത്തിൽ, എന്തൊക്കെ പേരിൽ ഇവിടെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു അറിവാണ്. അത് അടുത്ത സർഗം ആരംഭിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും. അതൊക്കെ കൊടുക്കണം, ഞങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ശ്രീരാമൻ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് ദേവന്മാരൊക്കെ കൗശികനെ ആ അഭിനന്ദനം അറിയിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് കൗശികനോട് പറയണതെന്നുണ്ടെങ്കിൽ, കൗശികനാണല്ലോ അതിനെ പ്രേരിപ്പിച്ചു കൊണ്ടുവന്നത്. അതുമാത്രമല്ല, കുട്ടിയാണ് ശ്രീരാമൻ, വളരെ ചെറിയ കുട്ടിയാണ്. എന്താ ഈ പറയണതെന്നൊന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ കൗശികൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളും. അപ്പോൾ ദേവന്മാരുടെ അനുഗ്രഹമൊക്കെ കൗശികനോട്, വിശ്വാമിത്രനോടാണ് അവർ തന്നെ അറിയിക്കുന്നത്. ഏവമുക്ത്വ, ഈ പ്രകാരമൊക്കെ പറഞ്ഞിട്ട് സർവേ സുരാഹ, എല്ലാ ദേവന്മാരും ഹൃഷ്ടാഹ, സന്തുഷ്ടരായിട്ട് വിഹായസം ജഗ്മു, ആകാശമാർഗത്തിൽ കൂടെ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ താടകയെ വധിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ആകാശമാർഗത്തിൽ വന്ന് നിന്നിരുന്നു. അങ്ങനെ വധമൊക്കെ കഴിഞ്ഞപ്പോൾ സന്തുഷ്ടരായി അനുഗ്രഹമൊക്കെ ചൊരിഞ്ഞിട്ട് ആ ദേവന്മാരെല്ലാവരും സ്വർഗത്തിലേക്ക് പോയി എന്നർത്ഥം. നമുക്ക് 32ാമത്തെ ശ്ലോകം നോക്കാം. വിശ്വാമിത്രം പൂജയന്തസ്തത സന്ധ്യാ പ്രവർത്തതേ തതോ മുനിവരഃ പ്രീതസ്താടകാവധദോഷിത. അവർ വെറുതെ അങ്ങോട്ട് പോവല്ലാണ്ടായത്. വിശ്വാമിത്രം പൂജയന്ത, വിശ്വാമിത്രനെ പൂജിച്ചിട്ട്. ഇതൊക്കെ തൊട്ടു മുമ്പുള്ള വരിയിലേക്ക് ചേർന്ന് നിൽക്കുന്നതാണ്. സന്തോഷത്തോടു കൂടിയിട്ട് ദേവന്മാരെല്ലാവരും സ്വർഗത്തിലേക്ക് പോയി. അതിനു മുമ്പേ വിശ്വാമിത്രനെ പൂജിക്കാനും ആരാധിക്കാനും ഒന്നും അവർ മറന്നില്ല. വിശ്വാമിത്രം പൂജയന്ത തഥ സർവേ വിഹായസം ജഗ്മു. അവർ സ്വർഗലോകത്തിലേക്ക് തിരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോൾ തഥ സന്ധ്യാ പ്രവർത്തതേ, അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് സന്ധ്യയായി. രാവിലെ തുടങ്ങിയതാണ് ആയുധങ്ങളുടെ പ്രഹരങ്ങൾ. അങ്ങനെയാണ് താടക മരിച്ചു വീണത്. അത് കഴിഞ്ഞതോടു കൂടിയപ്പോഴേക്കും സന്ധ്യ ആവാറായി. തഥ സന്ധ്യാ പ്രവർത്തതേ. അപ്പോൾ സന്ധ്യയായി എന്നുള്ളത് ഇനിയിപ്പോൾ രാത്രി യാത്ര ദുഷ്കരമാണല്ലോ. അപ്പോൾ അത് ശ്രീരാമനെയൊക്കെ അറിയിക്കും വേണം. അതിനു വേണ്ടിയിട്ട് വിശ്വാമിത്രൻ പറയാണ്, തതോ മുനിവരഃ പ്രീതസ്താടകാവധദോഷിത മൂർധ്നി രാമമുപാഘ്രായ ഇദം വചനം അബ്രവീത്. അങ്ങനെ താടകയെ വധിച്ചതിൽ സന്തുഷ്ടനായ മുനി, മാത്രമല്ല ദേവന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹം ലഭിച്ച, അതായത് ശ്രീരാമന് വേണ്ടിയിട്ട് അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചത് കൗശികനാണ്. അങ്ങനെ സകല സന്തോഷങ്ങളും കൂടി ചേർന്ന അത്യന്തം ആനന്ദ തുന്തിലനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി
സന്തോഷത്തോടു കൂടിയിട്ട്, താടകാവധം കൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് രാമനെ കെട്ടിപ്പിടിച്ച് മൂർധ്നി ഉപാഘ്രായ, നെറുകയിൽ ഘ്രാണിച്ചിട്ട്, അത് ചെറിയ കുട്ടികളോടൊക്കെയുള്ള വാത്സല്യം അങ്ങനെയാണ് പ്രകടിപ്പിക്കുക. കെട്ടിപ്പിടിക്കുക, കവിളത്ത് ഉമ്മ വയ്ക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നെറുകയിലൊന്ന് വാസനിക്കും, ഒന്ന് ഘ്രാണിക്കും. അത് അവരോടുള്ള ഏറ്റവും വലിയ സ്നേഹപ്രകടനമാണ്. അങ്ങനെ തന്നെയാണ് വിശ്വാമിത്രനും ശ്രീരാമനോട് ചെയ്തത്. അങ്ങനെ മൂർധ്നി ഉപാഘ്രായ ഇതം വചനമബ്രവീത്, ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ഇഹാദ്യരജനീം രാമ വസാമ ശുഭദർശന ശ്വഃ പ്രഭാതേ ഗമിഷ്യാമസ്തദാശ്രമപദം മമ. രാത്രി ആയല്ലോ രാമ, ഇനി നമുക്ക് യാത്ര ബുദ്ധിമുട്ടാണ്. ഇഹ അദ്യ, ഇന്ന് രാത്രി ഇവിടെ, രജനീം വസാമ, അല്ലയോ രാമ, രാത്രി നമുക്ക് ഇവിടെ തന്നെ, ഈ കാട്ടിൽ തന്നെ കഴിച്ചുകൂട്ടാം. അല്ലയോ രാമ, ശുഭദർശന, നമുക്ക് ശുഭദർശന എന്നൊക്കെ ഉള്ളത് ശ്രീരാമനെ വിളിക്കുന്നതാണ്. നമുക്ക് ഈ കാട്ടിൽ തന്നെ ഇന്നത്തെ രാത്രി കഴിച്ചുകൂട്ടാം. ഇനി ആ കാട്ടിലും അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലൊന്നും താമസിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ താടകയെ വധിച്ചു കഴിഞ്ഞുവല്ലോ. അവിടെ ആർക്കും താമസിക്കാൻ പറ്റാത്ത ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നത് താടകയാണ്. ആ താടകയെ വധിച്ചു കഴിഞ്ഞു. ഇനി ആ പ്രദേശം എല്ലാവർക്കും സുഗമമായി തീർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് വിശ്വാമിത്രൻ പറഞ്ഞത് ഇന്ന് രാത്രി നമുക്കിവിടെ കഴിച്ചുകൂട്ടാമെന്ന്. അങ്ങനെ ശ്വഃ പ്രഭാതേ, ഇന്ന് രാത്രി ഇവിടെ കഴിച്ചുകൂട്ടിയിട്ട് നാളെ രാവിലെ ഗമിഷ്യാമ, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. എവിടേക്ക്? മമ ആശ്രമപദം, തത് മമ ആശ്രമപദം. വലിയ ദൂരമില്ല, അതായത് രാവിലെ പോയാൽ എത്താവുന്ന ദൂരത്താണ് എൻ്റെ ആശ്രമപദം, സിദ്ധാശ്രമമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിച്ചുകൂട്ടാം എന്ന് വിശ്വാമിത്രൻ ശ്രീരാമനോടും ലക്ഷ്മണനോടും പറഞ്ഞു. അത് കേട്ടിട്ട് ശ്ലോകങ്ങൾ നോക്കാം. 34-ാമത്തെ ശ്ലോകത്തിൻ്റെ ബാക്കി ഭാഗം. വിശ്വാമിത്രവച ശ്രുത്വാ ഹൃഷ്ടോ ദശരഥാത്മജ ഉവാസരജനീം തത്ര താടകായ വനേ സുഖം മുക്തശാപം വനം തച്ച തസ്മിന്നേവ ദദാഹനി രമണീയം വിബഭ്രാജ യഥാ ചൈത്രരഥം വനം. അങ്ങനെ വിശ്വാമിത്രൻ്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായിട്ടുള്ള ആ ദശരഥാത്മജൻ, വിശ്വാമിത്രവച ശ്രുത്വാ ഹൃഷ്ടോ ദശരഥാത്മജ, വളരെ സന്തുഷ്ടനായിട്ടുള്ള ആ ശ്രീരാമൻ, ഉവാസരജനീം തത്ര, ആ രാത്രി അവിടെ തന്നെ കഴിച്ചുകൂട്ടി. എവിടെ? ഈ താടകായാഹ വനെ, താടകാവനം എന്നു പേരുള്ള, മലദഗരൂഷം എന്നൊക്കെ പേരുള്ള ആ വനത്തിൽ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി. ആ കാട് താടകയില്ലാതെ അത്യന്തം സമാധാനപരമായിട്ട് ശോഭയുള്ളതായിട്ട് തീർന്നു. അതാണ് മുക്തശാപം വനം തച്ച തസ്മിന്നേവ ദദാഹനി. ആ വനത്തിന് അന്ന് തന്നെ ശാപമോക്ഷം കിട്ടി. അതായത് താടകയുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെട്ടപ്പോൾ ആൾക്കാരൊക്കെ അവിടേക്ക് ഇനി വരും. അതുകൊണ്ട് ആ കാടിന് മോക്ഷം കിട്ടുകയാണ് ഉണ്ടായത്. താടകാവനത്തിൽ സുഖമായിട്ട് താമസിച്ചു. അന്നത്തെ ദിവസം മുതൽ വനം താടകയുടെ കൈകളിൽ നിന്നും മുക്തമായി, ശാപമുക്തമായി എന്നർത്ഥം. എന്നിട്ടോ മാത്രമല്ല, രമണീയം വിബഭ്രാജ, നന്നായിട്ട് ശോഭിക്കുകയും ചെയ്തു. ഏതുപോലെ? ചൈത്രരഥം യഥാ. ചൈത്രരഥം എന്ന് പറഞ്ഞാൽ ഗന്ധർവന്മാരുടെ ഉദ്യാനം അല്ലെങ്കിൽ കുബേരൻ്റെ ഉദ്യാനത്തിൻ്റെയൊക്കെ പേരാണ് ചൈത്രരഥം. അത്രയ്ക്ക് ഉത്തമമായിട്ടുള്ള, അത്രയ്ക്ക് ഇളങ്കാറ്റ് വീശുന്നതും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതും നല്ല സുഗന്ധപൂരിതവുമായിട്ടുള്ള ആ ഒരു ഉദ്യാനം എപ്രകാരമാണോ, ചൈത്രരഥം എന്നു പേരുള്ള ഉദ്യാനം എപ്രകാരമാണോ അപ്രകാരം താടകാവനവും ശോഭിച്ചു എന്ന് 35-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയിട്ട് 36-ാമത്തെ ശ്ലോകം ഉപേന്ദ്രവജ്രവൃത്തത്തിലുള്ളത് ചൊല്ലാം. നിഹത്യതാം യക്ഷസുതാം സരാമ പ്രശസ്യമാനസുരസിദ്ധസംഘൈ ഉവാസ തസ്മിൻ മുനിനാ സഹൈവ പ്രഭാതവേലാം പ്രതിബോധ്യമാന. നിഹത്യതാം യക്ഷസുതാം സരാമ പ്രശസ്യമാന സുരസിദ്ധസംഘൈ, താടകയെ വധിച്ചതുകൊണ്ട്, താം യക്ഷസുതാം നിഹത്യ സരാമ, യക്ഷസുതയായിട്ടുള്ള, യക്ഷിണിയായിട്ടുള്ള, രാക്ഷസിയായിട്ടുള്ള താടകയെ വധിച്ചതുകൊണ്ട്, സരാമ, ആ രാമനുണ്ടല്ലോ, രാമൻ എന്താ സംഭവിച്ചത്? സുരസിദ്ധസംഘൈഹി പ്രശസ്യമാന, സുരന്മാരാലും സിദ്ധന്മാരാലും ഗന്ധർവന്മാരാലുമൊക്കെ ആശീർവദിക്കപ്പെട്ട, പ്രശംസിക്കപ്പെട്ടവനായിട്ടുള്ള ആ രാമൻ, ഉവാസ തസ്മിൻ മുനിനാ സഹൈവ, ആ കാട്ടിൽ, താടക ഏതൊരു കാട്ടിലായിരുന്നോ താമസിച്ചിരുന്നത്, അതേ കാട്ടിൽ മുനിനാ സഹൈവ, വിശ്വാമിത്രനോടും
ഒപ്പം ലക്ഷ്മണനും ഉണ്ടല്ലോ, ഒപ്പം താമസിച്ചിട്ട് പ്രഭാതവേലാം പ്രതിബോധ്യമാന തസ്മിൻ മുനിന സഹൈവ ഉവാസ. വെളിച്ചാവാൻ കാലത്ത് വേളയിൽ ഉണർന്നെണീക്കുകയും ചെയ്തു, ഉണർത്തപ്പെട്ടവനായി തീർന്നു. അതായത് രാവിലെയായി എണീറ്റോളൂ എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ ശ്രീരാമനെ ഉണർത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈ ഒരു സർഗം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ താടകയെ വധിക്കൽ കഴിഞ്ഞു. ദേവന്മാരുടെയൊക്കെ അനുഗ്രഹവും ശ്രീരാമന് കിട്ടിക്കഴിഞ്ഞു. ഇനിയുള്ളത് കൃശാശ്വൻ്റെ വരപ്രദാനങ്ങളാണ്. അത് നമുക്ക് അടുത്ത സർഗത്തിൽ കുറേ അധികം ശ്ലോകങ്ങളിൽ കാണാൻ പറ്റും. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.